Good morning, everyone. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിവിടെ ഒരു ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ ഹോൾഡ് ചെയ്തല്ല നിൽക്കുന്നത്. ബട്ട് ഐ ആം സോ ഹാപ്പി ടുഡേ ബിക്കോസ് ഇത് എൻ്റെ എന്താ പറയുക, ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത ഒരു സാധനമാണ്, ഞാൻ ഡ്രീം ചെയ്ത ഒരു സാധനമാണ്. ആൻഡ് ഐ വാണ്ടഡ് ലൈക്ക് ഇത് നോട്ട് ടു ബി എ വൺ ടൈം ഇവൻറ്റ്. ഒരു 6 months ഒക്കെ കൂടുമ്പോൾ പല സെക്ടേഴ്സിലുള്ള പാരൻസിന് ഇറസ്പെക്റ്റീവ് ഓഫ് എനി ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ് ഓർ എനിത്തിങ് ഗ്യാദർ ചെയ്യാനും അങ്ങും സുഖദുഃഖങ്ങളൊക്കെ പങ്കുചേരാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ വെരി വെരി ബിഗ് ഗോൾ. ലൈക്ക് അത് ഞാൻ കണ്ടിരിക്കും. കാരണം നമുക്ക് കുട്ടികളെ മാത്രം സപ്പോർട്ട് ചെയ്തത് കൊണ്ട് വി കനോട്ട് മേക്ക് എ ഗുഡ് ഫ്യൂച്ചർ ഫോർ ദ ചൈൽഡ്. ഈക്വലി പാരൻറ്റിനും സപ്പോർട്ട് ആവശ്യമുള്ളതാണ്, പാരൻസ് ഓഫ് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സ്. സോ ഹാപ്പി ടു ഹാവ് ദിസ്. പിന്നെ ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ആക്ച്വലി ഇമ്പോർട്ടൻസ് ഓഫ് പാരന്റ് സപ്പോർട്ട് സിസ്റ്റം ആണ്. മംഗ്ലീഷ് ഇസ് ഫൈൻ, റൈറ്റ്? ഓക്കെ. ബിക്കോസ് എൻ്റെ മോന് 2 വയസ്സിൽ ഡയഗ്നോസ് ചെയ്ത ആളാണ്, 2 year 1 month. അന്നാണ് ഓട്ടിസം എന്താണെന്നൊക്കെ കേൾക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഉള്ള ഒരു 2 months ഇറ്റ് വാസ് ലൈക്ക് ഡോക്ടർ ഷോപ്പിംഗ്, തെറാപ്പി സെൻറ്റേഴ്സ്. ഐ മൂവ് ടു ലൈക്ക് ഇവിടുത്തെ ട്രിവാൻഡ്രത്ത് ഒരുവിധ സെൻറ്റേഴ്സൊക്കെ സർക്കിൾ ചെയ്തിട്ട് ഐ മൂവ് ടു കൊച്ചി. സോ ദ ഫസ്റ്റ് പോസിറ്റീവ് തിങ് ദാറ്റ് ഹാപ്പൻ ടു മീ വാസ് ആഫ്റ്റർ 2 months of therapies, that was a genuine smile from a fellow parent, from a parent of an older child. And അത് നമുക്ക് തന്നൊരു ഹോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് 2 year എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് വെരി ഏർലി. ഭയങ്കര കുഞ്ഞു, ഒരു തെറാപ്പിക്ക് ഇരിക്കാത്തൊരു സ്റ്റേജാണ്. സെൻസറി ഇഷ്യൂസൊക്കെ ഭയങ്കര സിവിയറാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ആ കിട്ടിയ ധൈര്യം, ലൈക്ക് റിഗാർഡിങ് പോസിറ്റീവ് വേർഡ് ഓർ എ പോസിറ്റീവ് വാട്ട് യു സേ, അവർ പറയും ലൈക്ക് ദേ ആർ നോട്ട് സേയിങ് ദാറ്റ് എല്ലാം ശരിയാകുമെന്ന്. ദേ ജസ്റ്റ് സേയിങ് ദാറ്റ് ദേ ആർ ദെയർ വിത്ത് us to help us navigate through a child's developmental journey. So when I moved to Trivandrum also, I wish to have a support system like that. അപ്പോൾ ഞാൻ എല്ലാം ഗ്രൗണ്ട് സീറോന്ന് വർക്ക് ചെയ്ത് തുടങ്ങിയ ഒരാളാണ്. ദെൻ ഐക്കോൺസിൽ 3.5 years ഉണ്ടായിരുന്നു. ആൻഡ് മെനി പാരൻസ് ലൈക്ക് ഐക്കോൺസിൽ നിന്ന് പരിചയപ്പെട്ട പാരൻസ് വി ആർ സ്റ്റിൽ ഇൻ ടച്ച്. ഐ തിങ്ക് 2014 തൊട്ടിട്ട് വി ആർ സ്റ്റിൽ ഇൻ ടച്ച്. ഞാൻ ഇപ്പോൾ നോട്ട് ചെയ്യുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഓവർ ദ ഡെക്കേഡ് ആയപ്പോഴത്തേക്കും പാരന്റിങ് ജേർണി ഹാസ് ലൈക്ക് അവരുടെ സ്റ്റൈല് മാറിയിട്ടുണ്ട്. സോ whenever a child is diagnosed with a developmental delay or any red flags of a developmental condition, അവരിലേക്ക് ഒതുങ്ങി പോവുകയാണ്. അവർ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നുണ്ട്. ലൈക്ക് ദേ ആർ സീക്കിംഗ് ഹെൽപ്പ് ഫ്രം ദ തെറാപ്പിസ്റ്റ്, ഗെറ്റിംഗ് ഹെൽപ്പ് ഫ്രം ദ ഡോക്ടേഴ്സ്. പക്ഷേ അതല്ലാതെ ലൈക്ക് അവരെപ്പോഴും ഒരു ഫ്രീസ് ഓർ ഫ്ലൈറ്റ് സിറ്റുവേഷനിലായിട്ട് കുട്ടിക്ക് വേണ്ടി നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ കുട്ടി റിസൾട്ട് കാണിക്കാം, ചിലപ്പോൾ കുട്ടി റിസൾട്ട് വളരെ സ്ലോ ആയിട്ടേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വി നോ ദാറ്റ് ഇറ്റ്സ് നോട്ട് എ റണ്ണിങ് റേസ് ദാറ്റ് വി ഹാവ് ടു വിൻ ലൈക്ക് ട്രോഫി അതർ എൻഡിൽ ഉണ്ട് എന്നുള്ളത്. ഇറ്റ്സ് എ മാരത്തോൺ. അപ്പോൾ ചില ദിവസം നമുക്ക് സ്പീഡിന് ഓടേണ്ടി വരും, ചില ദിവസം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരും, ഡിപ്പെൻഡിങ് ഓൺ ദ പേസ് ഓഫ് ദ ചൈൽഡ്. അപ്പോൾ അത് ഇപ്പോഴത്തെ പാരൻസിൽ കുറച്ച് മിസ്സിങ് ആണ്. സോ ഐ want to extend this to all the school officials as well, this support system, because നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിക്കുന്നത് പോലെയല്ല ലിവ്ഡ് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന നോളജ്. ദാറ്റ് ഈസ് ആക്ച്വലി ദ ബിഗ്ഗസ്റ്റ് ലെസൺ എനി പാരന്റ് ക്യാൻ ഗെറ്റ്. ദെൻ ലൈക്ക് ഇപ്പം നമ്മൾ തെറാപ്പീൻ്റെ അടുത്ത് പോയാൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കുട്ടിയുടെ ഡെവലപ്മെൻറ്റൽ ലാഡറും അവരുടെ ഗോൾസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഫെലോ പാരൻറ്റുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ് മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സൈലൻസ് വരെ ചിലർക്ക് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത കുറച്ച് പാരൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ജസ്റ്റ് തുടങ്ങാം. ഫസ്റ്റ് വൺ വാസ് നാദിയ. ഷീസ് ഇൻ ആലുവ നൗ. ആള് മോളെ കൊണ്ട് വന്നൊരു തെറാപ്പിസ്റ്റ് ആയിരുന്നു. ഷീറ്റോൻ്റെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റഡ് ലേറ്റർ. പിന്നെ കുറേ പേര് പരിചയമില്ലാത്ത ആൾക്കാരുണ്ട് whom I have not met, but like Seema ma'am was one among them. I met her I think when Ibrahim was 3 years old. I didn't have much clue about my child's journey, but first time I met her, she I think spoke to me for more than 2.5 hours. She knew that I didn't have any clue about my child. പിന്നെ പ്രീത, ചിത്ര പോൾ, ഇന്ദു, കുറേ പേരുണ്ട്. അപ്പോൾ ഇവരെയൊന്നും നമ്മൾ റെഗുലർലി കാണുന്നില്ലെങ്കിൽ പോലും ഒരു ഫോൺ കോൾ അവിടെ അവൈലബിൾ ആയിരുന്നു. Because my son used to have
റിയലി ഡിസ്റ്റർബ് സ്ലീപ്പ് പാറ്റേൺസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ രാത്രി 1:30 2 മണിക്കൊക്കെ അപ്പോൾ ഒരു 4-5 ഔട്ട്ബേഴ്സുകൾ കഴിഞ്ഞിട്ടുണ്ടാവും. വി ആർ ഫിസിക്കലി എക്സോസ്റ്റഡ്, mentally exhausted, not because of the physical strain, പക്ഷെ മെയിൻലി ബിക്കോസ് ഓഫ് ദ ഹെൽപ്ലെസ് ഫീലിംഗ്. കുട്ടി എക്സ്പ്രസ് ചെയ്യുന്നില്ല, കുട്ടി എന്തിനാണ് ബുദ്ധിമുട്ട് കാണിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ചെറുതിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വല്ലാത്തൊരു ഇതിൽ നിൽക്കുമ്പോൾ there was a group named Me Time for Moms. അത് എറണാകുളവും പിന്നെ ബാംഗ്ലൂർ, ഹൈദരാബാദ്, അപ്പോൾ കുറേ അമ്മമാരുണ്ട്. പക്ഷേ ഇഫ് യു സെൻഡ് എ മെസ്സേജ് ടു ദാറ്റ് ഗ്രൂപ്പ്, someone will reply even at 1 AM. ബിക്കോസ് എന്നെ പോലെ വേറെ ഏതെങ്കിലും ഒരു പാരന്റ് ഏതെങ്കിലും ഫോണിൽ മോനെ ഉറക്കമില്ലാതെ അവർ കാവലിരിക്കുന്നുണ്ടാവും. അപ്പോൾ റസീന വിഷമിക്കണ്ട, എന്താണ് മോൻ കരച്ചിൽ നിർത്തിയോ, യു ഗോ ഗെറ്റ് എ കപ്പ് ഓഫ് കോഫി, യു റിലാക്സ്, ഇറ്റ്സ് ജസ്റ്റ് എ ബാഡ് ഡേ, ഇറ്റ് വിൽ പാസ് ഓവർ. അപ്പം നമുക്ക് അറിയാം, ചിലപ്പോൾ നമ്മുടെ കൂടെ പാർട്ട്ണറോ മദറോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവർ ഈ കുട്ടി അവർക്ക് ചിലപ്പോൾ ഓട്ടിസത്തെ പറ്റിയുള്ള വ്യക്തമായ കാഴ്ചപ്പാടില്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ ഒന്നുകൂടി പാനിക് ആക്കിയുള്ളൂ. കുട്ടി എന്താണ് ഇങ്ങനെ ഇത്രയും തെറാപ്പിക്കൊക്കെ കൊണ്ടുപോയിട്ടും ഇത്രയും ഇൻ്റർവെൻഷൻസ് കൊടുത്തിട്ടും കുട്ടി രാത്രി ഇങ്ങനെയാണ്, എന്താ പ്രയോജനം? അത് കേൾക്കുമ്പോൾ നല്ല സുഖമാണ് ഏതൊരമ്മയ്ക്കാണെങ്കിൽ പോലും. അപ്പോൾ പക്ഷെ വേറൊരു മദർ മനസ്സിലാക്കും. പിന്നെ അതുപോലെ തന്നെ ഇഫ് വി ആർ നോട്ട് റീച്ചബിൾ ഓൺ ഫോൺ, ദേ ജസ്റ്റ് മെസ്സേജ് ദീസ് മദേഴ്സ് റസീന അല്ലെങ്കിൽ ഓക്കെ ആണോ. അപ്പം നമ്മളിപ്പോൾ വിളിച്ചിട്ട് തിരിച്ച് വിളിച്ചില്ലെങ്കിൽ ദർ ആർ മെനി മദേഴ്സ് ലൈക്ക് ദാറ്റ്. അപ്പം നമ്മൾ ദെൻ ഓൾസോ തേർഡ് ഡേ ഓൾസോ ദിൽ കോൾ. അവർക്ക് 2 തവണ ഞാൻ വിളിച്ചിട്ട് ഈ പാരന്റ് തിരിച്ചുള്ളൂ. വല്ല ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മളെ വിളിക്കില്ല, പക്ഷെ ഈ പാരൻസ് വിളിക്കും. ബിക്കോസ് ദേ നോ, ദേ അണ്ടർസ്റ്റാൻഡ് ഫ്രം വിത്തിൻ വാട്ട് സ്ട്രഗിൾ വി ആർ ഗോയിങ് ത്രൂ. ആൻഡ് അത് കുട്ടീനെ ഇതാക്കിയിട്ടല്ല, വി നോ ദാറ്റ് ഐ ഓൾവേസ് സേ ദാറ്റ് ഐ എം എ ചൈൽഡ് അഡ്വക്കേറ്റ് ഫസ്റ്റ്, തന്നെ പാരൻസ് സപ്പോർട്ട്. ബിക്കോസ് ഇവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല. അപ്പം അവരുടെ സ്ട്രഗിളാണ് കൂടുതൽ. പക്ഷേ നമ്മളുടെ സ്ട്രഗിൾ ഒരുപാട് പേര് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ വീൽ ചെയ്തിട്ട് എപ്പോഴും കംപ്ലയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ, ലൈക്ക് സെൽഫ് വിക്ടമൈസിങ് ആണ്, കംപ്ലയിൻറ്റ് പറയുന്നത്, അങ്ങനെ ഒരുപാട് കേൾക്കുന്നുണ്ട് നമ്മൾ. സോ ഇത് ഒരു നെക്സ്റ്റ് 5 to 10 years ഡൗൺ ദ ലൈൻ ട്രിവാൻഡ്രത്ത് ഒരു ആക്റ്റീവായിട്ടൊരു പാരന്റ് സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെയൊക്കെ സാരഥികളാണ് ഇവിടെ ഇരിക്കുന്നത്. ബിക്കോസ് ഈച്ച് പേഴ്സൺ ഷുഡ് ക്യാരി ദിസ് മിഷൻ ടു യുവർ സെൽഫ് ആൻഡ് സ്പ്രെഡ് ഇറ്റ് ടു അതേഴ്സ്. എങ്കിലേ നമുക്ക് വി ഹാവ് ടു പ്രിവെൻറ്റ് ലോട്ട് ഓഫ് അൺഫോർച്ചുനേറ്റ് ഇവൻറ്റ്സ് ആർ ഹാപ്പനിങ്. നമുക്ക് പത്രവാർത്തകളിലൊക്കെ കാണാം, പിള്ളേർ വലുതായി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന പാരൻസ് ഉണ്ട്. ദി ജസ്റ്റ് നീഡ് ഒരു സമാധാനം വാക്ക്. നമുക്കറിയാം നമുക്ക് ഒരു വാക്കുകൊണ്ട് അവരുടെ ജീവിതം സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, പക്ഷേ ആ സമയത്ത് കിട്ടുന്ന ഒരു സമാധാന വാക്കിന് ഒന്നിനേക്കാൾ വിലയുണ്ട്. ആൻഡ് അത് നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഒരു ടോർച്ച് ബെയറേഴ്സ് ആവണം എന്നാണ് എനിക്ക് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന എല്ലാവരുടെ. ദിസ് ഇസ് ജസ്റ്റ് ദ ബിഗിനിങ്. ഓക്കെ. ആൻഡ് ഇബ്രാഹിമിൻ്റെ ജേർണി, ഞാൻ ഇബ്രാഹിമിലൂടെ ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരാളാണ്. ബിക്കോസ് സ്റ്റിൽ 5 years ഐ വാസ് ഓൾസോ എ പാരനോയിഡ് മദർ ലൈക്ക് എനിവൺ എൽസ്. പിന്നെ അതിനുശേഷം ലൈക്ക് സംതിങ് ചേഞ്ച്ഡ് ഇൻസൈഡ് മീ. ഐ വാസ് ഒബ്സർവിങ് ഹിം ആസ് എ ഇൻഡിവിജ്വൽ, ഹൗ ഹി പെർസീവ്സ് ദ വേൾഡ്, അവൻ്റെ ഇൻട്രാക്ഷൻ എങ്ങനെയാണ്, അവനെങ്ങനെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യണത്. ഞാനൊരു ഡിറ്റക്റ്റീവൊക്കെ ഇങ്ങനെ കുട്ടികളെ ഒബ്സർവ് ചെയ്യണ പോലെ അവനെ ഒബ്സർവ് ചെയ്യണം. ഒരു ലാസ്റ്റ് വീക്ക് ഓൾസോ ഐ ഫൗണ്ട് മൈ ഡയറി, ലൈക്ക് ഇബ്രാഹിം 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ എഴുതിയതാണ്. അപ്പോൾ ഞാൻ എങ്ങനെ അവൻ്റെ ഇമോഷൻസിനെ പറ്റിയിട്ടാണ് ഫുൾ എഴുതിക്കൊണ്ടിരിക്കേണ്ടായിരുന്നത്. നോട്ട് ലൈക്ക് ഞാൻ ഫൈൻ മോട്ടോർ ഗ്രോസ് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ചു, സെൻസറി ചെയ്യിപ്പിച്ചു എന്നൊന്നുമില്ല. ഹൗ ഈസ് പെർസീവിങ് ദ വേൾഡ്, ഐ വാസ് ലൈക്ക് ലേണിങ് ഫ്രം ഹിം. അപ്പോൾ ഇപ്പോൾ ഒരു നൗ ഈസ് 13, വിൽ ബി 14 നെക്സ്റ്റ് മാർച്ച്. ഐ നോ ഞാനൊരു അനദർ ബാറ്റലിലോട്ട് കയറാനുള്ള പ്രിപ്പറേഷനിലാണ്, ടീനേജ് ഇയേഴ്സ്. ആൻഡ് അതിനതിൻ്റെതായ സ്ട്രഗിൾസ് ഉണ്ട്, പക്ഷേ ഗോയിങ് സ്ട്രോങ്. Because I always say this to parents, I am not the perfect mother or the perfect person. I did all the things right, that's why I am here. ഞാൻ അങ്ങനെ ഒരിക്കലും ആ നെറേറ്റീവ് കൊടുക്കാറില്ല. For me, everyone is learning and we make mistakes. ബട്ട് അതിൽ നിന്ന് കരകയറി വരാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായാൽ മതി. പിന്നെ റിഗാർഡിങ് ദ ചിൽഡ്രൻ, ലൈക്ക് വെൻ ഐ സ്റ്റാർട്ടഡ് ദിസ് ഇനീഷ്യേറ്റീവ്, ഇത് 2019 ഒരു പാരലൽ ഇനീഷ്യേറ്റീവായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അന്ന് അൽഫ പ്ലേ ആൻഡ് ലേണിംഗ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്നായിരുന്നു. ഇറ്റ് സ്റ്റാർട്ടഡ് ബിക്കോസ്
because I feared for my child's safety during therapy hours. A few months back, we had an incident like when a school teacher sexually abused a 10-year-old autistic child. The mother's trauma was too much, actually. This kind of support she got from others. അപ്പോൾ എനിക്കപ്പോൾ ഞാൻ അന്നും ക്ലോസ് ഡോർ തെറാപ്പീസിനെതിരായിരുന്നു. ഐ യൂസ് ടു സേ ദറ്റ് ഒന്നെങ്കിൽ പാരൻറ്റിനെ എടുത്തിരുത്തണം, അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഡോർ വേണം, അല്ലെങ്കിൽ CCTV വേണം. ബിക്കോസ് നമ്മുടെ കുട്ടികൾ വൾണറബിൾ ആണ്. വി ഡോണ്ട് നോ വാട്ട് ദ ചൈൽഡ് വിൽ ഡു ഇൻ ദറ്റ് 45 minutes. അപ്പോൾ ട്രാൻസ്പെറൻസിയും സേഫ്റ്റിയും കാണിച്ചുകൊണ്ട് ഉള്ള ഒരു ട്രെയിനിങ് എൻവയറമെൻറ്റ് വേണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിൻ്റെ എന്താ പറയുക ഗോൾസോ കാര്യങ്ങളോ. ബിക്കോസ് വെൻ അൽഫ സ്റ്റാർട്ടഡ് ഓൾസോ someone believed in me. അൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഓണറായ ഷാനി അനസ്. ബിക്കോസ് ജനറലി ഒരു ഡിഫറെൻ്റ്ലി ഒരു കുട്ടിയുടെ പാരൻറ്റിനെ സത്യം പറഞ്ഞ ഒരു ഭാരിച്ച ഉത്തരവായിട്ട് ആരും ഏൽപ്പിക്കില്ല ശരിക്കും. ബിക്കോസ് ഒരു ജോബ് ഫീൽഡിലാണെങ്കിലും ഗവൺമെൻറ് സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യണവരുണ്ട്. ദേ ടെൽ ദാറ്റ് ഒക്കെ നമ്മൾക്ക് പ്രൊമോഷൻസ് ഒന്നും കിട്ടാറില്ല. വി ജസ്റ്റ് ലൈക്ക് അവർ ഇൻകോമ്പറ്റൻ്റ് ആയിട്ടാണ് ഒരു സിസ്റ്റത്തിൽ ഓഫീസ് സിസ്റ്റത്തിലൊക്കെ കാണുന്നത്. ബിക്കോസ് ഈ കുട്ടികൾ വൾണറബിൾ ആയതുകൊണ്ട് ഇവർ പ്രൊഡക്റ്റീവ് അല്ല, അല്ലെങ്കിൽ ഇവരൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു മിത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് വെർബലി പറയില്ലെങ്കിൽ പോലും ഒരുപാട് പാരൻസ് അങ്ങനെ ഷെയർ ചെയ്യാറുണ്ട് ദാറ്റ് ദേ ഹാവ് ബീൻ ഡിനൈഡ് പ്രൊമോഷൻ ആൻഡ് ഓൾ. ബിക്കോസ് കുട്ടിയുടെ ആ തെറാപ്പിയും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവർ എഫേർട്ട് സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ദേ വോണ്ട് ബി പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ദിസ് ഷാനി മാം ഹാഡ് ദിസ് അൺബൗണ്ട് ട്രസ്റ്റ് ഇൻ മീ ദാറ്റ് ഞാൻ ഒരു ടീമിനെ റിക്രൂട്ട് ചെയ്ത് തരാം, ലൈക്ക് മാനേജറായിട്ട് നിൽക്കുമെങ്കിൽ ഐ സ്റ്റാർട്ട് എ സെൻറ്റർ ഇൻ ടൗൺ. ആ ടൈമിൽ ഹോൾ ഹാർട്ടഡ്ലി എനിക്ക് ഫാമിലി സപ്പോർട്ടും വലുതായിട്ട് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ മോൻ്റെ പിറകെ തന്നെ ഓടി നടക്കണം. അപ്പോൾ മോൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളൊരു ടൈമായിരുന്നു. ഈ LKG UKG പോയപ്പോഴത്തേക്കും അതുവരെ വളരെ ഒരു 2 year to 5 year ചാലഞ്ചിങ് ആയിരുന്നില്ലെന്നല്ല, ഗ്രാഫ് വാസ് ലൈക്ക് ഇങ്ങനെയായിരുന്നു ഇമ്പ്രൂവ്മെൻറ്റിന്. പിന്നെ ഒരു ഡിക്ലൈൻ വന്നത് വെൻ ഹി സ്റ്റാർട്ടഡ് ഇൻട്രാക്ടിങ് വിത്ത് ദ എൻവയറമെൻറ്റ്. അതിപ്പോൾ LKG to UKG ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ 1ാം ക്ലാസ്സിലാകാം. കുട്ടികൾ ഒരു മാറ്റം വരും. ദെൻ പീപ്പിൾ അറൗണ്ട് ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ചൈൽഡ്. അപ്പോൾ അവരൊരു ഇതേ മോൻ ബഹളം ഉണ്ടാക്കുന്നത്, മോൻ അങ്ങോട്ട് പോകണം, മോൻ ഇങ്ങോട്ട് പോകണം, ഉപദ്രവിക്കുന്നു. മേ ബി ആ കുട്ടി അപ്പോഴായിരിക്കും സ്വന്തം എൻവയറമെൻ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് മിസ്ഇൻറ്റർപ്രറ്റ്. കാരണം ഇവർക്ക് കറക്റ്റ് വേ അറിഞ്ഞുകൂടാ ഇൻട്രാക്ട് ചെയ്യാൻ. അവർക്കിപ്പോൾ അടുത്തുള്ള കുട്ടീനോട് കളിക്കണമെന്നുണ്ട്, ടീച്ചറായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ചിലപ്പോൾ ഒരു ഉന്തും തള്ളോ അങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ടൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾവേസ് മിസ്ഇൻറ്റർപ്രറ്റ്. ആ ഒരു ടൈമിലാണ് ഞാൻ ഈ സെൻറ്ററിൻ്റെ ഉത്തരവാദിത്വം എടുക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് എല്ലാം എനിക്ക് തരണം ചെയ്യാൻ പറ്റി. നമുക്ക് കൊറോണ തരണം ചെയ്ത് സെൻറ്റർ സ്റ്റിൽ ദെയർ. 2023 ആയപ്പോൾ ഐ ടുക്ക് ഓവർ ദ സെൻറ്റർ ആസ് എ സോളോ ഇനീഷ്യേറ്റീവ്. ഇന്നിപ്പോൾ സെറാഫിക് പ്ലേ ലേണിംഗ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഒരു 1-on-1 തെറാപ്പീസ് അല്ലാതെ വാട്ട് വി ഇൻറ്റൻഡ് ടു ഡു ഇസ് ലൈക്ക് എംപവർ ദ പേരൻസ്. ബിക്കോസ് ഇപ്പോൾ മോന് ഡയഗ്നോസിസ് കിട്ടുമ്പോൾ ഞങ്ങൾ 3 മാസം കൊണ്ട് റെഡിയാക്കി തരാം, 6 മാസം കൊണ്ട് റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്. വി ഹിയർ ദാറ്റ് ആൻഡ് വി ഹാവ് ബിൻ ത്രൂ ദാറ്റ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടും ഒരു ജീവിതമുണ്ട്. ബിക്കോസ് ദേ കീപ് ദിയർ ലൈഫ് അറ്റ് സ്റ്റേക്ക് ആൻഡ് ഇൻവെസ്റ്റ് ഫുള്ളി ഇൻ ദിയർ ചൈൽഡ്. അപ്പോൾ അത് ഒരു അറ്റ് ദ എൻഡ് ഓഫ് 3 or 4 years അവരങ്ങ് ഡൗൺ ആയിപ്പോകും. So we don't want the child also to go down and even the parent also to go down. അപ്പോൾ 2 പേർക്ക് അപ്ലിഫ്റ്റ്മെൻ്റ് ആവശ്യമുണ്ട്. ആൻഡ് we take goals. പാരൻ്റ് പറയുന്ന ലെവൽ പോലെ കുട്ടിയെ മോൾഡ് ചെയ്യാനല്ല ഞാൻ സെൻറ്റർ റൺ ചെയ്യുന്നത്. കുട്ടി എന്താണ്, അവരുടെ ഒത്തൻറ്റിക് സെൽഫ് എന്താണ്, അത് വെച്ചുകൊണ്ട് തന്നെ അവരെങ്ങനെ ഫങ്ഷണലാക്കാം. വി ഓൾവേസ് ടേക്ക് ഫങ്ഷണൽ ഗോൾസ്. ഐ നോ അതുകൊണ്ട് എല്ലാ പാരൻസിനും ചിലപ്പോൾ നമ്മുടെ സെൻറ്റർ പറ്റിക്കൊള്ളണമെന്നില്ല. ഐ നോ ദറ്റ്, ബട്ട് ഐ കാൺ ചേഞ്ച് ദ ട്രാക്ക് ഫോർ ലൈക്ക് മോണിറ്ററി ഗെയിംസ്. ഐ സ്റ്റിൽ കണ്ടിന്യൂ വാട്ട് മൈ ഹാർട്ട് സേസ്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഞാൻ അമ്മയുടെ അച്ഛൻ്റെ സൈഡിലല്ല, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ കുട്ടീൻ്റെ സൈഡിലാണ്. ബിക്കോസ് അവർ ഗോ ത്രൂ ചെയ്യുന്ന ഇമോഷൻസ്. ഏറ്റവും വലിയ ഇൻക്ലൂഷനെ പറ്റി ഒരുപാട് സംസാരിക്കുന്ന പാരൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ അവർ സ്ട്രഗിൾ ചെയ്യണത് സ്വന്തം വീട്ടിലാണ്. വെൻ ദ പേരൻറ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ചൈൽഡ് ഈസ് ഗോയിങ് ത്രൂ ആൻഡ് ദേ ആർ സ്റ്റിൽ സേയിങ് ലൈക്ക് അടുത്ത ഗോള്, ഇത് ട്രാക്ക്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വി നോ ലൈക്ക് ഇപ്പോൾ ഒരു ഹാഫ് ഡേ സ്കൂളിൽ സെൻസറി ഇഷ്യൂസ് ഉള്ള ഒരു കുട്ടിക്ക് ഇരിക്കാൻ എത്ര ഓവർവെൽമിങ് ആണ്, എസ്പെഷ്യലി ദ യങ്ങർ വൺസ്. അപ്പോൾ അവർ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും ആ സംഭവം വെൻറ്റ് ഔട്ട് ചെയ്യാൻ അവർക്കൊരു മാർഗ്ഗമില്ല. അപ്പോൾ അത് കുട്ടിയുടെ ഒരു വെൻറ്റ് ഔട്ട് ആണെന്ന് കരുതി വി ക്യാൻ ഓൺലി അസസ് ദ. നമുക്ക് വഴക്ക് പറഞ്ഞത് നിർത്താനോ ഒന്നും പറ്റത്തില്ല. അത് അവരുടെ വെൻറ്റ് ഔട്ട് മെക്കാനിസമാണ്. അപ്പോൾ അത്
എൻ്റെ അമ്മ എന്നെ അല്ലെങ്കിൽ എൻ്റെ ഫാദർ എന്നെ മനസ്സിലാക്കുന്നു എന്നൊരു തോന്നൽ എക്നോളജി ചെയ്യുന്ന അവരുടെ സ്ട്രഗിൾ എക്നോളജി ചെയ്യുന്നത് തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ തെറാപ്പീനും വലുത് വേണ്ടത്. അതില്ലാതാകുമ്പോൾ നമ്മൾ ആക്ച്വലി ഗ്രൂം ചെയ്ത് മോൾഡ് ചെയ്ത് ആ കുട്ടി ഒരു പ്രശ്നമായിട്ട് സ്കൂളിൽ നന്നായിട്ട് ഇരിക്കുന്നുണ്ട്, എല്ലാവരും നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അകത്തുള്ള എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് സ്വന്തമായിട്ട് അവരുടെ റിയൽ സെൽഫ് എക്സ്പ്രസ് ചെയ്യാത്ത ട്രോമ അവർ ക്യാരി ടു ദിയർ അഡൾട്ട്ഹുഡ്. അപ്പോൾ ചിലവരൊക്കെ 12, 13, ചിലവർ 18 ആകുമ്പോഴേക്കൊന്നും ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. അപ്പോൾ ദ പാരന്റ് ഇസ് നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വൈ പെട്ടെന്ന് കുട്ടി ഇങ്ങനെ ആയിരുന്നുള്ളൂ. പക്ഷേ വി നോ ഈ ബോട്ടിലപ്പ് ചെയ്ത് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതെ. സോ വി വോണ്ട് our children also to express their emotion in a safe outlet. അതിന് നമ്മൾ കേട്ടർ ചെയ്യാറുണ്ട് വാട്ട് എവർ. അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അൺകൺവെൻഷണൽ വേ ആണെങ്കിൽ പോലും കുട്ടിക്ക് എന്താ കൂടുതൽ പ്രയോജനം, ഈ ഗോ ഇൻ ദാറ്റ് ട്രാക്ക്. അതിലോട്ട് പാരൻറ്റിനെ ക്ഷണിച്ചുകൊണ്ട് വരും. അവരും ഇമോഷണലി ഡൗൺ ആയി പോകാതെ നോക്കും. ആൻഡ് സെറാഫിക് ഇസ് ഗോയിങ് സ്ട്രോങ് ഫോർ ദ പാസ്റ്റ് 3.5 years ആൻഡ് ഐ എം ഹാപ്പി. വി സ്റ്റിൽ ഹാവ് വെരി ഫ്യൂ കേസസ്. പക്ഷെ കുഴപ്പമില്ല. ഐ ഹാവ് സീൻ ദാറ്റ് മെനി children who came there, parents who came there are now empowered parents, qualified enough to influence and support other parents. അപ്പോൾ ഞാനൊരു പാലം പണിത് അവിടെ നിന്ന് ഇങ്ങനെ ചെയിനായിട്ട് ഇപ്പോൾ കുറേ പേര് വരുന്നുണ്ട്. ആൻഡ് ഐ വോണ്ട് ദാറ്റ് ടു ബി കണ്ടിന്യൂയിങ്. ഒരു ബ്രോക്കൺ ചെയിൻ ആകാതെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾക്ക് മറ്റുള്ള പാരൻസിലേട്ടും ഈ സപ്പോർട്ട് സിസ്റ്റം എത്തിക്കാൻ പറ്റട്ടെ. ആൻഡ് ഐ എൻഡ് വിത്ത് എ സ്റ്റോറി ഓഫ് ഇബ്രാഹിം. നമുക്കറിയാം, നമ്മൾ ഇൻക്ലൂഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയും. ഐ ജസ്റ്റ് പെയിൻറ്റിങ് ഇബ്രാഹിം കോവിഡ് ടൈമിൽ പെയിൻറ്റ് ചെയ്ത ഒരു പെയിൻറ്റിങ്. ഐ ടേക്ക് ദിസ് ഇൻ എവറി സെഷൻ. എൻ്റെ സെൻറ്ററിലുള്ള പാരൻസിന് ഓൾറെഡി അറിയാം. ലാസ്റ്റ് മന്ത് ഞാൻ കുറച്ച് ഗവൺമെൻറ് സ്കൂൾസൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഈവൻ ടുക്ക് ദിസ് ക്ലാസ് ഫോർ ദ UP LP ചിൽഡ്രൻ. അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇൻക്ലൂഷൻ എന്താണെന്ന്, ന്യൂറോ ഡൈവേഴ്സിറ്റി എന്താണെന്ന്. വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ UKG 1ാം ക്ലാസ്സിലെ പിള്ളേർക്ക് പറഞ്ഞാൽ പോലെ. എനിക്ക് തോന്നി അഡൾട്ട്സിനാണ് മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ട്. They were very receptive, like brain എന്താണ്, ബ്രെയിൻ എങ്ങനെ ഫങ്ഷൻ ചെയ്യണം. ആൻഡ് ഐ റെഫർഡ് യുവർ വീഡിയോസ്. CC school she had taken one session for school children. So when I got an invitation to take half an hour session എടുക്കുമെന്ന് I took this topic, neurodiversity acceptance. അപ്പോൾ ബുള്ളിങ്ങിനെതിരെ ഉള്ള ഒരു മൂവ്മെന്റ് ആയിട്ടാണ് LP സ്കൂളിലും UP സ്കൂളിലും ക്ലാസ് എടുത്തത്. ഹാഫ് ആൻ അവർ കിട്ടിയുള്ളൂ. ബട്ട് ദേ അണ്ടർസ്റ്റുഡ് ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി. അപ്പോൾ ഞാൻ സ്റ്റിമ്മിങ് എന്താണെന്ന് പറഞ്ഞത്, സെൻസറി സിസ്റ്റം അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തു. വൈ ചിൽഡ്രൻ ബിഹേവ് സർട്ടൻ വേ, അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൊണ്ട് പ്ലഡ്ജൊക്കെ എടുപ്പിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ആൻഡ് ഐ ഈവൻ ടോൾഡ് ദ സ്റ്റോറി ബിഹൈൻഡ് ദിസ് പെയിൻറ്റിങ്. ഐ തിങ്ക് സീമ മാം ഓൾറെഡി നോസ് ഇറ്റ്. യാ, ഇത് കോവിഡ് ടൈമിൽ എൻ്റെ മകൻ പെയിൻറ്റ് ചെയ്ത ഒരു പെയിൻറ്റിംഗ് ആണ്. അവൻ അബ്സ്ട്രാക്ട് ഡ്രോയിങ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഹി സ്റ്റാർട്ടഡ് അറ്റ് ദ ഏജ് ഓഫ് 8. ഇത് ക്ലോസ് ടു ഒരു 9 years ആയപ്പോൾ ഒരു ദിവസം അവരിങ്ങനെ കുറച്ച് രൂപങ്ങൾ വരച്ചത്. അത് എപ്പോഴും ഫസ്റ്റ് വരച്ചിരുന്ന ഫുൾ പാറ്റേൺസ് ആയിരുന്നു. ആ രൂപങ്ങളൊന്നും വരയ്ക്കില്ല. അപ്പോൾ ആദ്യമായിട്ട് പാറ്റേൺസ് വരച്ചപ്പോൾ ഐ റിമെമ്പർ മൈ സൺസ് സ്കൂൾ പ്രിൻസിപ്പൽ ഇസ് ഹിയർ, ലീസ മാം. ഐ ഹാഡ് ടു സെൻഡ് ദിസ് ഫോട്ടോ ടു ഹർ. ഷീ ടോൾഡ് ഇറ്റ്സ് എ മാസ്റ്റർ പീസ്, യു ഷുഡ് ഫ്രെയിം ഇറ്റ്. ഐ തിങ്ക് ലൈക്ക് എന്തോ ഒരു മെസ്സേജ് അതിലുണ്ട്, ഇറ്റ്സ് സച്ച് എ ഹാപ്പി പിക്ചർ എന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ എല്ലാം ഫ്രെയിം ചെയ്ത് വെക്കുന്നത് ബിക്കോസ് ഇറ്റ് വാസ് വാട്ടർ കളർ ബേസ്ഡ് ഇൻ പേപ്പർ. And കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ I met an art interpreter. So he told like your son is trying to say something through this painting, like one color is not repeated. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമേ ബ്ലാക്ക് ഉള്ളൂ, ബാക്കി എല്ലാത്തിനും ലൈറ്റ് ഷെയ്ഡ്, ഡാർക്ക് ഷെയ്ഡ്, ലൈറ്റ് ഷെയ്ഡ്, ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തോ ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു ഇങ്ങനെ കുട്ടികൾ എല്ലാവരും ഡാൻസ് കളിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൽ ഇബ്രാഹിം ഫ്രണ്ട്സ് ഉണ്ട്. ഇതിൽ ഇബ്രാഹിം ഏതാന്ന് വെച്ചപ്പോൾ അവന് ആ കറുപ്പാണ് ചൂണ്ടി കാണിച്ചത്. അവന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കളർ ലൈഫിൽ ബ്ലാക്ക് ആണ്. അവൻ ബ്ലാക്ക് ഡ്രസ്സ് ഇടൂല. ഇപ്പം നമ്മൾ എന്തെങ്കിലും കുസൃതി കാണിച്ചാൽ ഇബ്രാഹിം ബ്ലാക്ക് റോസ് ഇടും എന്ന് പറഞ്ഞാൽ അവന് ഓടി വരും. ബ്ലാക്ക് അവന് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കളറാണ്. അപ്പോൾ ഒരു 8 വയസ്സോ 9 വയസ്സുള്ള ഒരു കുഞ്ഞ്, ഇഫ് ഹീ ഹാസ് ദിസ് തോട്ട് അബൌട്ട് ഹിംസെൽഫ്, നമ്മൾ ഇൻക്ലൂഷൻ എവിടെയാണ് നിൽക്കണമെന്ന് ആലോചിക്കണം. നമ്മൾ ഓരോ ഇനീഷ്യേറ്റീവ്സ് എടുക്കുമ്പോഴും നമുക്കറിയാം നമുക്ക് ഇൻപുട്സ് തരുന്നത് പാരൻസ് ആണ്, നമ്മുടെ ഗവൺമെൻറ് ഒഫീഷ്യൽസ്, ടീച്ചേഴ്സും എല്ലാവരും പോളിസീസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ കുട്ടികളുടെ പെർസ്പെക്റ്റീവ് എന്ന് ആലോചിക്കുമ്പോഴേ
അവര് ഇപ്പൊ കൂട്ടത്തിൽ ഇങ്ങനെ എല്ലാവരും കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അവർ സ്വയം വെറുത്താണോ അല്ലെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെയായി പോയത് എന്നൊരു ചിന്തയിലാണോ അവർ നിൽക്കുന്നത് എന്ന് ആലോചിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു ഇബ്രാഹിം എന്താ ട്രാക്ക് വെച്ചാൽ അത് ഇബ്രാഹിമിന് ഡാൻസ് കളിക്കാൻ പറ്റിയില്ല എന്നുവെച്ചാൽ ഫ്രണ്ട്സിനെ പോലെ ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അന്ന് എനിക്ക് ഞാൻ ഈ പിക്ചർ ആക്ച്വലി ഫസ്റ്റ് എനിക്ക് വരച്ചപ്പോൾ ഉണ്ടാകുന്ന സന്തോഷമൊക്കെ അന്ന് പോയി. എനിക്ക് പിന്നെ ഈ പടം കാണുമ്പോഴേ എനിക്ക് സങ്കടം വരുമായിരുന്നു. അപ്പോൾ ഐ വാസ് ലൈക്ക് വാട്ട് ക്യാൻ ഐ ഡു ഫോർ ഹിം ടു മേക്ക് ഹിം ഹാപ്പിയർ. അപ്പം ഇപ്പോഴും അവന് തെറാപ്പീസ് ഉണ്ട്, സ്കൂളിംഗ് ഉണ്ട്, എല്ലാം കുറച്ച് ഡിഫിക്കൽട്ടാണ് അവന് ഹാൻഡിൽ ചെയ്യുക. പക്ഷെ എന്നാൽ പോലും അറ്റ് എൻഡ് ഓഫ് ദ ഡേ ഐ ആസ്ക് ഇറ്റ് ബ്രോ ഹാപ്പി ആണോ, ബ്രോ ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. So he started asking that to me again if I am silent. അല്ലേ, even he asks his therapist also, I'm happy ആണോ, എന്തെങ്കിലും വിഷമമുണ്ടോ എൻ്റെ അടുത്ത് പറയുന്നൊക്കെ പറയും. സോ ഈവൻ ദോ അത് മിമിക് ചെയ്യുകയാണെങ്കിൽ പോലും ഐ ആം സോ ബ്ലെസ്ഡ് ദാറ്റ് ഹീസ് എക്സ്പ്രസിങ് ഹിസ് ചെറിയ ചെറിയ ഇമോഷൻ. അതുപോലെ തന്നെ വൺ ടൈം സ്കൂളിൽ ടീച്ചറടുത്ത് പോയിട്ട് മിസ് എനിക്ക് സങ്കടം വരുന്നു, എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നു. അപ്പോൾ ലൈക്ക് ദാറ്റ് വാസ് എ ഫസ്റ്റ് ടൈം. നമുക്കറിയാം ഓട്ടിസ്റ്റിക്കാരുള്ള പിള്ളേർക്ക് ഇമോഷണൽ കാര്യങ്ങളൊന്നും വെർബലൈസ് ചെയ്യാൻ ദേ ഹാവ് ഡിഫിക്കൽട്ടി. സോ ദ ടീച്ചർ ഓൾസോ ഗോട്ട് വെരി ഇമോഷണൽ. എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല പരീക്ഷ. അപ്പോൾ ടീച്ചർ വാസ് വെരി ഹാപ്പി ദ ചൈൽഡ്. അപ്പോൾ സാധാരണ ഒരു കുട്ടിക്ക് ഇഫ് സം അൺഅറ്റൈനബിൾ ടാസ്ക് കൊടുക്കുമ്പോൾ അവർ ദേ ത്രോ എ ടാൻട്രം ബിക്കോസ് ദേ ആർ നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. മനസ്സിലായി? പക്ഷെ ഇവൻ അങ്ങനെ ഒന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭാവിയിൽ ഞാൻ ഇബ്രുവിൻ്റെ കൂടെ അവൻ്റെ നിന്ന് പഠിച്ച പാഠങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, വിച്ച് ഇൻക്ലൂഡ് ടീച്ചേഴ്സ്, കുട്ടികൾ. കാരണം നമുക്ക് ന്യൂറോട്ടിപ്പിക്കൽ പോപ്പുലേഷനെയും അഡ്വക്കേറ്റ് ചെയ്യേണ്ടതും എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് ഭയങ്കര ആവശ്യമുണ്ട്. കാരണം ഒരു ഡിസബിലിറ്റി എഡ്യൂക്കേഷൻ ആക്ച്വലി സ്കൂൾ കരിക്കുലത്തിൻ്റെ ഭാഗമാകണം. കാരണം ഓട്ടിസമാണ് ഏറ്റവും കൂടുതൽ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. അതിനോ അതർ കണ്ടീഷൻസ് ആർ ഓൾസോ ദർ. അതൊക്കെ കുറച്ചുകൂടി സപ്പോർട്ട് ഗ്രൂപ്പ്സ് പ്രോമിനൻ്റ് ആണ്. ASDക്കാണ് ലൈക്ക് ദ പാരന്റ് ഗെറ്റ്സ് ലോസ്റ്റ് ആഫ്റ്റർ സം ടൈം. പക്ഷെ അങ്ങനത്തെ ഒരു ഇതിലോട്ട് പോകാതെ കുട്ടിയെയും പാരന്റിനെയും രണ്ടുപേരെയും റേസ് ചെയ്തുകൊണ്ട് വരണം. സോ ഐ ലെൻഡ് മൈ സ്പീച്ച് വിത്ത് ദ മെസ്സേജ് ഫ്രം ഇബ്രാഹിം ബിക്കോസ് വി നീഡ് ടു ലെറ്റ് ചിൽഡ്രൻ ലിവ് ദിയർ മോസ്റ്റ് ഒത്തൻറ്റിക് സെൽഫ്. കാരണം അവരെ സ്നേഹിക്കാതെ ടീച്ച് ദം ടു ലവ് ദം സെൽഫ് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ത് തെറാപ്പിയും കാര്യങ്ങളും എടുക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് സർ, ഞാൻ ബാബുരാജ് സാറിൻ്റെ ഓഫീസിലാണ് ചെന്നപ്പോൾ ഐ ഡിഡ്ന്റ് ഹാവ് ആൻ അപ്പോയിൻമെൻറ്റ്. വെൻ ഐ കോൾ ദ ലാൻഡ് ലൈൻ ദേ ടോൾഡ് സാർ അവിടെ ഉണ്ട്. ഞാൻ ഹാഫ് ആൻ അവർ കൊണ്ട് ഓടി വന്നതാണ്. ബട്ട് സാർ വാസ് സോ കൈൻഡ് ഓഫ് മീ, സോ കൈൻഡ് ഓഫ് ഹിം ടു ഒരു 20 minutes സാറിനെ കാണാൻ പറ്റി. ഇബ്രു വാസ് ഓൾസോ ദെയർ. അപ്പോൾ ഞാൻ ഈ ഇനിഷ്യേറ്റീവ് പറഞ്ഞപ്പോൾ ഹി വാസ് മോർ ദാൻ ഹാപ്പി ടു കം ആസ് എ ചീഫ് ഗസ്റ്റ്. സോ ഐ വെൽക്കം Dr. Baburaj sir on the podium to give a few words to our parents in Trivandrum.